ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന കേന്ദ്ര മന്ത്രിസഭാംഗങ്ങളുടെ യോഗം ഇന്ന് ഡൽഹിയിൽ. മലയാള ഭാഷയ്ക്ക് മാധ്യമങ്ങൾ നൽകിയത് വലിയ സംഭാവനകളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖാമുഖം പരിപാടിയുടെ സമാപന സംവാദം ഇന്ന്. സംസ്ഥാനത്തെ പൾസ് പോളിയോ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച ബിജെപി. പ്രഖ്യാപിച്ചത് കേരളത്തിലെ 12 മണ്ഡലങ്ങളിലേതുൾപ്പെടെ 195 സ്ഥാനാർത്ഥികളെ. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. വാർത്തകൾ വിശദമായി. രാജ്യത്തെ 1.48 ലക്ഷം കോടി രൂപയുടെ പെട്രോളിയം വാതക പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ ബറൌനിയിൽ തുടക്കം കുറിച്ചു. ബീഹാർ, ഹരിയാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ്, കർണാടക തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് പദ്ധതികൾ. ബീഹാറിനുള്ള 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും സമർപ്പണവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് കേന്ദ്ര മന്ത്രിസഭാംഗങ്ങളുടെ യോഗം ന്യൂഡൽഹിയിൽ ചേരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെയാണ് യോഗം. ഡൽഹി ചാണക്യപുരിയിലെ സുഷമ സ്വരാജ് ഭവനിൽ രാവിലെ 9:30 യോഗം ചേരുക. കേന്ദ്ര സർക്കാരും ത്രിപുര സംസ്ഥാന സർക്കാരും തിപ്രമോദ പാർട്ടിയും ത്രികക്ഷി കരാറിൽ ന്യൂഡൽഹിയിൽ ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ, തിപ്രമോദ മേധാവി പ്രദ്യോത് ദെബർമ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ത്രിപുരയ്ക്ക് ഇന്ന് ചരിത്ര ദിനമാണെന്ന് ശ്രീ ഷാ പറഞ്ഞു. അക്രമരഹിതമായ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകളാണ് മാധ്യമങ്ങൾ നൽകിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊച്ചി കാക്കനാട് മീഡിയ അക്കാദമിയിൽ ആരംഭിച്ച 3 ദിവസത്തെ അന്താരാഷ്ട്ര മാധ്യമോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രയോഗത്തിൽ വരുന്ന ന്യൂ ജനറേഷൻ വാക്കുകളെ കൂടി ഉൾപ്പെടുത്തി മലയാളം നിഘണ്ടു പരിഷ്കരിക്കുന്ന കാര്യം പരീക്ഷിക്കാവുന്നതാണെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. മീഡിയ അക്കാദമി വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി അവാർഡ് നേടിയ സന ഇർഷാദ് മട്ടു, ഇന്ത്യൻ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ച R രാജഗോപാൽ എന്നിവർക്ക് മുഖ്യമന്ത്രി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. നവകേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് വിവിധ വേദികളിലായി നടന്നുവരുന്ന മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയുടെ സമാപന സംവാദം ഇന്ന് കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. രാവിലെ 9 ആരംഭിക്കുന്ന റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ മന്ത്രിമാരായ MP രാജേഷ്, P രാജീവ് തുടങ്ങിയവർ പങ്കെടുക്കും. മുഖാമുഖത്തിൽ 50 റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംവദിക്കും. ബാക്കിയുള്ളവർക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി നൽകാം. കേരള വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MR ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. സർവകലാശാല VCയുടെ ചുമതല ഡോക്ടർ PC ശശീന്ദ്രന് കൈമാറി. അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രധാന പ്രതികളെല്ലാം പിടിയിലായി. ഇന്നലെ 14 പ്രതികൾ പിടിയിലായിരുന്നു. സിദ്ധാർത്ഥ് മരണപ്പെട്ട് 13ാം ദിവസമാണ് കുറ്റവാളികളെല്ലാം അറസ്റ്റിലാവുന്നത്. കേരളത്തിലെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. രാവിലെ 9:30 ചെന്നീർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ഉദ്ഘാടന ചടങ്ങ്. 5 വയസ്സ് വരെയുള്ള 23,28,258 കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴി പോളിയോ തുള്ളിമരുന്ന് നൽകാനാണ് ലക്ഷ്യമിടുന്നത്. 1,00,000-ഓളം പേരാണ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയിൽ സേവനമനുഷ്ഠിക്കുക. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് ബൂത്തുകളുടെ പ്രവർത്തന സമയം. ആരോഗ്യ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, അങ്കണവാടികൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിലെ ബൂത്തുകൾ, അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ സജ്ജമാക്കിയ മൊബൈൽ ബൂത്തുകൾ വഴിയും തുള്ളിമരുന്ന് വിതരണം ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 16 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 195 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിറ്റിംഗ് മണ്ഡലമായ ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്നും വീണ്ടും ജനവിധി തേടും. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് ലക്നൌവിൽ നിന്നും, അമിത്ഷാ ഗാന്ധിനഗറിൽ നിന്നും, സ്മൃതി ഇറാനി അമേഠിയിലും, കിരൺ റിജിജു അരുണാചൽ വെസ്റ്റിലും, സർബാനന്ദ സോനോവാൾ ദിബ്രുഗറിലും മത്സരിക്കും. ഉത്തർപ്രദേശിലെ 51 സീറ്റുകളിലേക്കും പശ്ചിമബംഗാളിലെ 20, മധ്യപ്രദേശിലെ 24, ഗുജറാത്ത്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ 15, തെലങ്കാനയിലെ 9, ഡൽഹിയിലെ 5, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ 11 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ബിജെപി ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. 28 വനിതാ സ്ഥാനാർത്ഥികൾ പട്ടികയിൽ ഇടം നേടി.
കേരളത്തിലെ 12 ലോക്സഭാ മണ്ഡലങ്ങളിലെ ബിജെപി സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. കേന്ദ്ര സഹമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തും വി മുരളീധരൻ ആറ്റിങ്ങലിലും മത്സരിക്കും. തൃശൂർ സുരേഷ് ഗോപി, പത്തനംതിട്ട അനിൽ ആന്റണി, കോഴിക്കോട് MT രമേശ്, ആലപ്പുഴ ശോഭ സുരേന്ദ്രൻ, കാസർഗോഡ് ML അശ്വിനി, കണ്ണൂർ C രഘുനാഥ്, പാലക്കാട് C കൃഷ്ണകുമാർ, പൊന്നാനി നിവേദിത സുബ്രഹ്മണ്യൻ, വടകര പ്രഫുൽ കൃഷ്ണൻ, മലപ്പുറം ഡോക്ടർ അബ്ദുൽ സലാം എന്നിവരുടെ പേരുകളാണ് പ്രഖ്യാപിച്ചത്. 2024 പൊതു തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ മാന്യമായും ധാർമ്മിക ബോധത്തോടെയും പ്രവർത്തിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഇന്ന് ലോക വന്യജീവി ദിനം. 2013 UN പൊതുസഭാ പ്രമേയത്തെ തുടർന്ന് 2014 മുതലാണ് മാർച്ച് 3 വന്യജീവി ദിനമായി ആചരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. ഭൂമിയിൽ മനുഷ്യന്റെ നിലത്തിന് പ്രാപ്തമാക്കുന്ന ജൈവ വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള സുശക്തമായ ശ്രമങ്ങൾ തുടരുന്നത് ലക്ഷ്യമിട്ടാണ് ലോക വന്യജീവി ദിനം ആചരിക്കുന്നത്. മനുഷ്യരെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്നു വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ നവീകരണത്തിന്റെ സാധ്യതകൾ എന്നതാണ് 2024 പ്രമേയം. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിലൂടെയും സേവനങ്ങളിലൂടെയും സുസ്ഥിരവും നിയമപരവുമായ വന്യജീവി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കപ്പെടുക എന്നതാണ് പ്രമേയം ലക്ഷ്യമിടുന്നത്. ആരോഗ്യകരമായ പരിസ്ഥിതി വ്യവസ്ഥയുടെ നിർണായക പ്രാധാന്യം മനസ്സിലാക്കാനും വന്യജീവി സംരക്ഷണത്തിനായുള്ള നമ്മുടെ ശ്രമങ്ങൾ പുതുക്കാനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ലോക വന്യജീവി ദിനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കഴിഞ്ഞ മാസം തെരഞ്ഞെടുപ്പ് പൂർത്തിയായ പാകിസ്ഥാനിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഷെഹബാസ് ഷെരീഫും ഒമർ അയ്യൂബും നാമനിർദ്ദേശ പത്രിക നൽകി. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ്, പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി എന്നിവയുടെ സംയുക്ത സ്ഥാനാർത്ഥിയാണ് ഷെഹബാസ് ഷെരീഫ്. പാകിസ്ഥാൻ തെഹ്രീക ഇൻസാഫിന്റെ പിന്തുണയാണ് ഒമർ അയ്യൂബിന്. 336 അംഗ പാർലമെന്റിൽ 169 വോട്ടുകളാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആവശ്യം. ചൈനയിൽ നിന്നും പാകിസ്ഥാനിലെ കറാച്ചിയിലേക്കുള്ള ചരക്കു കപ്പൽ മുംബൈയിലെ നവാഷെവ തുറമുഖത്ത് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ തടഞ്ഞു. പാകിസ്ഥാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിന് ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങൾ കപ്പലിലുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മാൾട്ട പതാക വഹിക്കുന്ന CMA CGM ആറ്റുല കപ്പലാണ് തടഞ്ഞത്. പാകിസ്ഥാന്റെ ആണവ പ്രോഗ്രാമിന് കൂടി സഹായകരമാകുന്ന യന്ത്രഭാഗങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്നവയാണ് കപ്പലിലുള്ള CNC ഉപകരണമെന്ന് പരിശോധന നടത്തിയ DRDO അധികൃതർ വ്യക്തമാക്കിയിരുന്നു. തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് ലൈറ്റ് ഹൌസ് ആൻഡ് ലൈറ്റ് ഷിപ്പുകൾ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിക്കുന്നു. ഇന്ന് മുതൽ മാർച്ച് 7 വരെയാണ് പ്രദർശനം. 4 ദിവസത്തെ ലൈറ്റ് ഹൌസ് ഫോട്ടോ പ്രദർശനം കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഉദ്ഘാടനം ചെയ്യും. ലൈറ്റ് ഹൌസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഫോട്ടോ പ്രദർശനം. രാജ്യത്തെ തീരപ്രദേശത്തെ സൌന്ദര്യവും ചരിത്രപരമായ പ്രാധാന്യവും വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പരിപാടിയിൽ പ്രദർശിപ്പിക്കും. ഫോട്ടോ പ്രദർശനത്തിൽ പ്രവേശനം സൌജന്യമാണ്. സർക്കാർ വിജ്ഞാപനം ചെയ്ത 2023 പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ആക്ടും നിയമങ്ങളും നിലവിൽ വന്നു. രാജ്യത്തെ പത്രങ്ങളുടെയും മറ്റ് ആനുകാലികങ്ങളുടെയും രജിസ്ട്രേഷൻ സുഗമമാക്കുന്നതിനുള്ള ഓൺലൈൻ സംവിധാനം പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി. വിദർഭ മധ്യപ്രദേശിനെയും തമിഴ്നാട് മുംബൈയെയും നേരിടുകയാണ്. മധ്യപ്രദേശിനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്ത വിദർഭ 1 ഇന്നിംഗ്സ് 170 റൺസിൽ അവസാനിച്ചു. 2ാം സെമിയിൽ മുംബൈക്കെതിരെ തമിഴ്നാടിന് ബാറ്റിംഗ് തകർച്ച. 1ാം ഇന്നിംഗ്സിൽ തമിഴ്നാട് 146 റൺസിന് പുറത്തായി. ഈ മാസം 10-നാണ് രഞ്ജി ട്രോഫി ഫൈനൽ. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. ഇന്നലെ നടന്ന മത്സരത്തിൽ ബംഗളൂരു FC എതിരില്ലാത്ത 1 ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത്. ഇതോടെ 29 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് 5ാം സ്ഥാനത്ത് തുടരുന്നു. വനിതാ പ്രീമിയം ലീഗ് ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിന് ജയം. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ 7 വിക്കറ്റിന് അവർ പരാജയപ്പെടുത്തി. ബാംഗ്ലൂർ ഉയർത്തിയ 132 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈ ഇന്ത്യൻസ് 15.1 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യത്തിലെത്തി. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി സ്വർണം കടത്താൻ ശ്രമിച്ച ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേർ കസ്റ്റംസിന്റെ പിടിയിലായി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന കേന്ദ്ര മന്ത്രിസഭാംഗങ്ങളുടെ യോഗം ഇന്ന് ഡൽഹിയിൽ. മലയാള ഭാഷയ്ക്ക് മാധ്യമങ്ങൾ നൽകിയത് വലിയ സംഭാവനകളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖാമുഖം പരിപാടിയുടെ സമാപന സംവാദം ഇന്ന്. സംസ്ഥാനത്തെ പൾസ് പോളിയോ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച BJP പ്രഖ്യാപിച്ചത് കേരളത്തിലെ 12 മണ്ഡലങ്ങളിലേതുൾപ്പെടെ 195 സ്ഥാനാർത്ഥികളെ. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.